എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ മുജീബ് റഹ്മാൻ അവസാനം കീഴടങ്ങി. ഗ്രേഡ് എസ് ഐയെപ്പറ്റി മോശമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഒരു യുവതിയെ ലഹരി കേസിനകത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തി. ആ യുവതി കൊല്ലം ജില്ലക്കാരിയാണ്. ആ യുവതിയെ കണ്ടെത്തിയത് ആ യുവതിയുടെ ഒരു കേസിലെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രതിയുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്ത് ഈ കേസിലെ വാദിയുടെ അല്ലെങ്കിൽ ലഹരി കേസിലെ വാദിയുടെ അഡ്രസ്സ് തരപ്പെടുത്തി, അവരുടെ ഫോൺ നമ്പർ തരപ്പെടുത്തി, അവരെ ലഹരി കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അവരെ ആ നമ്പറിൽ വിളിച്ചിട്ട് പല സ്ഥലത്തേക്ക് അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി വിളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. നിവൃത്തിയില്ലാതെ അവരൊരു പരാതി കൊടുത്തു. എറണാകുളം കമ്മീഷണർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എളമക്കരയിലെ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആണ്. മറ്റൊരു പരാതിയും ഇയാളുടെ പേരിൽ വന്നു. അത് ഒരു ഡോക്ടറാണ്. ഡോക്ടറെ ലഹരി കേസിൽ കുരുക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ വിളിച്ചു. ഫോണിൽ കൂടെ സംസാരിച്ച് 1.5 ലക്ഷം രൂപ ഡോക്ടറെ നിന്ന് കൈവശപ്പെടുത്തി. 2 കേസിനെ സംബന്ധിക്കുന്ന പരാതികൾ എറണാകുളം കമ്മീഷണർ കാളീശ്വരാജ് മഹേഷ് കുമാറിന് വന്നു. അതിനൊരു പ്രിലിമിനറി എൻക്വയറി നടത്താനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടു. പ്രിലിമിനറി എൻക്വയറി ഓഫീസർ DYSP ആണ്. അദ്ദേഹം അത് അന്വേഷിച്ചപ്പം 2 പരാതികളും കൃത്യമാണ്, അത് ശരിയാണ് എന്ന് പ്രാഥമികമായ കണ്ടെത്തലുണ്ടായി. ആ റിപ്പോർട്ട് കമ്മീഷണർ കിട്ടിയപ്പം കമ്മീഷണർ മുജീബിനെ സസ്പെൻഡ് ചെയ്തു. 2 കേസ് ഒരേ സമയം രജിസ്റ്റർ ചെയ്യാനായിട്ട് കമ്മീഷണർ ഡയറക്ഷൻ കൊടുത്തു. അങ്ങനെ യുവതിയെ ലഹരി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം ഡോക്ടറെ ഭീഷണിപ്പെടുത്തി 1.5 ലക്ഷം രൂപ കൈവശപ്പെടുത്തിയതിന് ഡോക്ടറെ മൊഴി വാങ്ങി അടുത്ത കേസ് രജിസ്റ്റർ ചെയ്യും. 2 കേസ് രജിസ്റ്റർ ചെയ്യുകയും സസ്പെൻഷൻ വരികയും ചെയ്തതോടുകൂടി മുജീബ് മുങ്ങി. വേറെ നിവൃത്തിയില്ല. 2 ആഴ്ച ഒളിവിലായിരുന്നു. അത് വലിയ വാർത്തയായി. നിവൃത്തിയില്ലാതെ 2 കേസിനകത്ത് ജാമ്യം എടുക്കാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് കീഴടങ്ങി. പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കേസിനകത്തും പ്രതിയായ ഇദ്ദേഹത്തിനെ കേസിനകത്ത് അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് സർവീസിൽ നിന്ന് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. കാരണം ഇതുപോലുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് ഈ ഗ്രേഡ് ഇത്ര സർവീസുള്ള ഒരു ഗ്രേഡ് എസ് ഐയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കേസിലെ പ്രതിയായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ആ പ്രതിയിൽ നിന്ന് ആ കേസിലെ വാദിയുടെ നമ്പർ കിട്ടി, ആ വാദിയെ എന്നിട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവരെ വിളിക്കുക. ഇതൊക്കെ ക്രിമിനൽ മൈൻഡാണ്. ഇതൊക്കെ എങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇത്ര സർവീസുള്ള വ്യക്തിയാണ്. ഏതായാലും മുജീബിൻ്റെ ആ പ്രവൃത്തിയിൽ മുജീബ് കുടുങ്ങി. 2 കേസിലെ പ്രതിയായി. ഇപ്പോൾ സസ്പെൻഷനാണ്. ഇനി വരാൻ പോകുന്നത് ഈ കേസിനകത്ത് ആ സ്ത്രീയുടെ മൊഴി അനുസരിച്ച് അത് തന്നെയല്ല, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാവും. ഏകദേശം 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ആ സ്ത്രീയുടെ കേസിനകത്തും വരാം. അതുപോലെ തന്നെ ഡോക്ടറുടെ കേസിനകത്ത് കൊല്ലം സ്വദേശിയായ ആ യുവതി പരാതി കൊടുത്തതിനൊപ്പം തന്നെ ഡോക്ടർ കേസും പോലീസ് കേസെടുത്തതുകൊണ്ട് അതൊരു ഫ്രോഡും ചീറ്റിങ്ങും ഭീഷണിപ്പെടുത്തലും ഇൻറ്റിമിഡേഷൻ എല്ലാം ആയതുകൊണ്ട് അതിനകത്തും FIR നോൺ ബെയിലബിളാണ്. 2 കേസിനകത്തും മിക്കവാറും റിമാൻഡ് ചെയ്യേണ്ടി വരും. പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടറെ എങ്ങനെയാണ് ഈ ഭീഷണിപ്പെടുത്തി ഈ കേസിലേക്ക് 1.5 ലക്ഷം രൂപ കൈവശപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏത് രീതിയിലുള്ള ഭീഷണിയാണെന്ന് ഏതായാലും അതിനെ സംബന്ധിക്കുന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസ് എടുക്കുമായിരിക്കാം. നിവൃത്തിയില്ലാതെ അങ്ങനെ ഒളിവിൽ പോവുകയും ചെയ്തു. അതുകൊണ്ട് പ്രയോജനമില്ലാന്ന് അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതേ പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ചെയ്തു അറസ്റ്റിലാവുകയും ചെയ്ത വാർത്തകളാണ് എളമക്കരയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നത്.